അപ്പോൾ ഓണം വെക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തില്ലേ? എല്ലാവർക്കും എന്താ പരിപാടികളൊക്കെ? അപ്പോൾ വെറുതെയൊക്കെ ഇരിക്കുവാണെങ്കിൽ നമുക്കൊരു സെപ്റ്റംബർ ജേണലൊക്കെ സ്റ്റാർട്ട് ചെയ്താലോ? സെപ്റ്റംബർ മാസം ഒന്ന് തുടങ്ങിയില്ലേ? അപ്പം എല്ലാവർക്കും ഓണം വെക്കേഷനായിട്ട് ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഒരു ജേണലൊക്കെ ചെയ്ത് നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് പ്ലാനൊക്കെ ചെയ്ത് സെറ്റ് ചെയ്യാലോ? എല്ലാം ട്രാക്ക് ചെയ്തൊക്കെ പോവാം. അപ്പോൾ ഞാനിവിടെ ഒരു സെപ്റ്റംബർ ജേണലിൻ്റെ ബുള്ളറ്റ് ജേണലാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഫ്രണ്ട് പേജാണ് കേട്ടോ ചെയ്യുന്നത്. ബുള്ളറ്റ് ജേണലൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യാനൊക്കെ പറ്റും. ഏറ്റവും ഈസിയസ്റ്റ് ജേണലിംഗ് എന്നും വേണമെങ്കിൽ പറയാം. എല്ലാ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്ത് പ്ലാൻ ചെയ്തൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനൊരു ബുള്ളറ്റ് ജേണലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കവർ പേജാണ് കേട്ടോ ശരിയാക്കുന്നത്. അപ്പോൾ ഞാനതൊരു ഓട്ടം തീമിലൊക്കെയാണ് ചെയ്യുന്നത്. നമ്മുടെ ഫാൾ ഓഫ് ഒക്കെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ടും ഈ സെപ്റ്റംബർ ലാസ്റ്റൊക്കെ നമ്മുടെ ഓട്ടം സീസൺസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് വെളിയിലെ രാജ്യങ്ങളിലൊക്കെ. നമുക്ക് ഓട്ടമൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമില്ലെങ്കിലും വെളിയിലൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സീസണാണ്. അപ്പം ആ ഒരു തീമിലാണ് ഞാൻ ഇത് ഡിസൈൻ ചെയ്തത്. ഞാൻ ഡിസൈൻ ചെയ്യാനുണ്ടായ കാരണം ഒന്ന് സെപ്റ്റംബർ ലാസ്റ്റ് ഓട്ടം സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നെ നമ്മുടെ ചാനലിൻ്റെ പേരിലുള്ള ആ മാപ്പിൾ ലീവ്സിൻ്റെ ആ ഒരു പേരൊക്കെ കാരണം ഞാൻ ചുമ്മാ ആ ഒരു തീം എടുക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ ഞാൻ സെപ്റ്റംബറിലെ ഒരു ഓട്ടം തീം കൊണ്ടുവന്നത്. അപ്പം ഞാൻ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ സ്കെച്ച് ചെയ്തു. എന്നിട്ട് അതിനെ ഞാൻ പെന്ന് യൂസ് ചെയ്തിട്ടാണ് ബ്ലാക്ക് ഇങ്ക് പെൻ യൂസ് ചെയ്ത് ഒന്ന് ഔട്ട്ലൈൻ ഒന്ന് ഡാർക്കാക്കി കൊടുത്തിട്ടുണ്ടായി. ഞാനിപ്പോൾ ഇവിടെ പിന്നെ യൂസ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ബ്രഷ് പെൻസാണ് കേട്ടോ. ബ്രഷ് പെൻസ് യൂസ് ചെയ്ത് കളറൊക്കെ ബ്ലെൻഡ് ചെയ്ത് നല്ല ഭംഗിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ കളർ യൂസ് ചെയ്യണമെങ്കിൽ അതൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ അതേ പറഞ്ഞിരുന്ന് നമ്മുടെ ഫ്രണ്ട് പേജ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ബൈ.